ഇടയശബ്ദത്തിലൂടെ കഴിഞ്ഞ വാരം നമ്മളോട് സംസാരിച്ച മാർ റാഫേൽ തട്ടിൽ തൻ്റെ ഹൃദയ സംവാദം നമ്മളുമായി തുടരുന്നു. നമുക്ക് പ്രാർത്ഥനാപൂർവ്വം അദ്ദേഹത്തെ ശ്രവിക്കാം. പ്രതിസന്ധികളെക്കുറിച്ച് നിറയെ സംസാരിക്കുന്ന അങ്ങ് കുട്ടികളുടെ എണ്ണം കുറയുന്നു, അതുപോലെ വീടിൻ്റെ കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്ന ആ മനോഹരമായ സംവിധാനം നഷ്ടപ്പെടുന്നു. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അങ്ങയുടെ കാഴ്ചപ്പാട് എന്താണ്? കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരുതരം സുഖവാസമാണെന്നുള്ളൊരു ധാരണ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പരക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ദുഃഖങ്ങളൊന്നും പാടില്ല, അവിടെ എല്ലാം സന്തോഷം, എല്ലാം ആസ്വാദികരമായിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് ആ നിലപാടിനോട് ഒട്ടും യോജിപ്പില്ലെന്നാണ്. കുടുംബം എന്ന് പറയുന്നത് ഒരു ജീവിതത്തിൻ്റെ പഠനക്കളരിയാണെന്ന് എനിക്ക് തോന്നുന്നത്. മൂല്യങ്ങൾ പകർത്തിയെടുക്കുന്ന, മൂല്യങ്ങൾ രൂപപ്പെടുത്തുന്ന ഒരു പഠനക്കളരി. ഇപ്പം എൻ്റെ സ്വന്തം ജീവിതത്തിൽ ഞാൻ പറയാം, എൻ്റെ സഹനങ്ങൾ, എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ നിസ്സാര സഹനങ്ങളല്ല. ഈ 10 പിള്ളേരെ പോറ്റി വളർത്താൻ ഒരു അമ്മ നടത്തുന്ന പാടുപീടകൾ, കഷ്ടപ്പാടുകൾ കണ്ടാൽ ഞാൻ വളരുന്നത്. നല്ലൊരു ആഹാരത്തിന് വേണ്ടി ഞാൻ കൊതിച്ചിട്ടുണ്ട്, നല്ലൊരു വസ്ത്രത്തിന് വേണ്ടി ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ ഈ നെല്ല് കുത്തി അരിയാക്കി വിൽക്കുന്ന ഒരു പണിയാണ്. അത് അമ്മ പുറം പണിക്ക് പോകുന്നത് കുടുംബത്തിൽ മാന്യതയ്ക്ക് കുറവായതുകൊണ്ട് അമ്മ അകത്ത് പണിയെടുത്ത് ഞങ്ങൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ അത് റോട്ടിൽ നിന്ന് അടിച്ചു വാരി ചാക്കിലാക്കി മില്ലിലേക്ക് തലച്ചുമ്പടായിട്ട് കൊണ്ട് കൂട്ടുകാർ പോകുമ്പോൾ ഈ തലച്ചുമ്പടായിട്ട് ഞങ്ങൾ പോകുന്നത് കാണുമ്പോൾ കൂട്ടുകാർ കളിയാക്കിയിട്ടുണ്ട്. ഞാൻ സെൻറ് തോമസിലാണ് പഠിച്ചേ, ഫീസ് കൊടുക്കാൻ കഴിയില്ല. എല്ലാം 31-ാം തീയതി വരാന്തയില ഔട്ടാണ്. വരാന്തയിൽ നിൽക്കുന്ന എൻ്റെ അപമാനം നിങ്ങൾ ചിന്തിച്ച് നോക്കി. ഞാനൊരു ദിവസം വരാന്തയിൽ വിഷണ്ണായിട്ട് നിൽക്കുമ്പോൾ അന്നത്തെ സിംഹഗർജനം ഞങ്ങൾ വിളിക്കുക, ടീച്ചർ സുബ്രഹ്മണ്യര്, പട്ടര, തമിഴന ഹെഡ് മാസ്റ്റർ കയറി വരുന്നു. എന്നെ കണ്ടപ്പോൾ ചോദിച്ചത്, അനന്തോടെ വരാന്തയിൽ നിൽക്കണേ? ഞാൻ പറഞ്ഞു, സാറേ കാശ് കൊടുത്തിട്ടില്ല. ഞാൻ ഉറപ്പായിട്ട് വിചാരിച്ച് എന്നെ പിടിച്ച് പെരുവഴി ഇറക്കി വിടുന്നു. അദ്ദേഹം താഴോട്ട് ഇറങ്ങിപ്പോയി. പിന്നെ പിയൂൺ വന്നിട്ട് പറഞ്ഞു, തന്നെ സാറ് വിളിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യം ബോധ്യമായി, വിടാനാണ്. ഞാൻ ഉടനെ തന്നെ എൻ്റെ പഴകിയ സഞ്ചിയും കീറിയ കൊടയും പഴയ പുസ്തകങ്ങളൊക്കെ എടുത്ത് പുറപ്പെട്ടു. ഞാൻ അദ്ദേഹത്തിൻ്റെ മുറി ചെന്നപ്പോൾ അദ്ദേഹം 2 ചോദ്യം എന്നോട് ചോദിച്ചു. എടുത്താൽ നന്നായിട്ട് പഠിക്കുമോ? ഞാൻ വിതുമ്പി കറിഞ്ഞിട്ട് പറഞ്ഞു, സാറേ ഞാൻ പഠിക്കും. 2ാമത്തെ ചോദ്യം ഇതാണ്, താൻ നല്ല കുട്ടിയാകുമോ? ഞാൻ ആയിക്കൊള്ളാം സാറേ. എന്നോട് പോയി ക്ലാസ്സിലിരിക്കാൻ പറഞ്ഞു. അന്ന് എനിക്ക് തിരിച്ചറിവിൻ്റെ പ്രായമൊന്നുമില്ല. പിന്നെ ആരും എന്നോട് ഫീസ് ചോദിച്ചിട്ടില്ല. ഞാനത് പറയുന്നത്, ഈ കഷ്ടപ്പാടുകൾ എന്നെ തകർത്ത് കളഞ്ഞിട്ടില്ല. ഈ കഷ്ടപ്പാടുകൾ എന്നെ ഇല്ലായ്മ ചെയ്തിട്ടില്ല. എന്നെ ഒരു അപകർഷതാബോധത്തിൽ എത്തിച്ചിട്ടില്ല. ഇപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ പറയുന്നത്. കൂടുതൽ പിള്ളേരുണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് സമൂഹത്തിലെ അപകർഷതാബോധത്തിൻ്റെ കാരണം ഇതൊന്നും എന്നെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഞാനിത് വളരെ അഭിമാനത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. ഞാൻ അഹങ്കാരം പറയാൻ വേണ്ടി പറയല്ല. ഫീസ് കൊടുക്കാൻ ഗതിയില്ലാതെ വരാന്തയിൽ നിർത്തപ്പെട്ട ഞാൻ ഇന്ന് സെൻറ് തോമസ് കോളേജിൻ്റെ മാനേജറാണ്. ഇത് ദൈവത്തിൻ്റെ വഴികളാണ്. അതുകൊണ്ട് കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു പാഠപുസ്തകമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ്. അതിലെ കഷ്ടനഷ്ടങ്ങളും അതിലെ സന്തോഷങ്ങളും അതിലെ സഹനങ്ങളും ഒക്കെ തന്നെ പാഠപുസ്തകത്തിലെ പല അധ്യായങ്ങളാണ്. ക്രൈസ്തവ കുടുംബജീവിതക്കാർക്കിടയിൽ വിവാഹമോചനം അതിഭീകരമായ രീതിയിൽ ഈ കാലഘട്ടത്തിൽ വർദ്ധിക്കുന്നു. അതിൻ്റെയൊക്കെ കാരണങ്ങളിൽ ഈ ജീവിതം, കുടുംബജീവിതം ഒരു സുഖവാസം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇവിടെ മനുഷ്യൻ പുലർത്തുന്ന ഒരു തത്വശാസ്ത്രമുണ്ട്, അപകടം പിടിച്ചൊരു തത്വശാസ്ത്രമാണ്. മൂല്യമെന്ന് പറയുന്നത് എനിക്ക് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. എനിക്ക് സന്തോഷമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ നെഗറ്റീവ് അർത്ഥത്തിലാണ്. എനിക്ക്
എനിക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ, എനിക്ക് എളുപ്പമായ സാഹചര്യങ്ങൾ, ഒരു ഭാര്യയുമായിട്ട് ഒത്തു ജീവിക്കുക എന്ന് പറയുന്നത് ഒരു വൈദികൻ ബ്രഹ്മചാരിയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ കഷ്ടമാണെന്ന് അനേക വർഷം വിവാഹ കോടതിയിൽ ജീവിച്ച് എനിക്കറിയാം. വൈദിക ബ്രഹ്മചര്യം ഞാൻ നിസ്സാരവൽക്കരിക്കുകയല്ല, ഒരിക്കലും അല്ല. അതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. പക്ഷേ കുടുംബജീവിതത്തിലെല്ലാം എളുപ്പമാകണം, എല്ലാം വളരെ സന്തോഷകരമാകണം. അതുകൊണ്ട് തന്നെ കൊച്ചു കൊച്ചു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴേക്കും കുട മാറുന്നത് പോലെ ഇത് ഉപേക്ഷിച്ച് കളയാൻ, വസ്ത്രം മാറുന്നത് പോലെ ഉപേക്ഷിച്ച് കളയാനുള്ള പ്രവണത ഒരിക്കലും ശരിയല്ല. ഒരുപക്ഷെ കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി എന്താണെന്നറിയാമോ? ഭാര്യയും ഭർത്താവും മരണം വരെ മനസ്സ് പൊരുത്തപ്പെട്ട് ഒന്നിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ആ വലിയ ത്യാഗം കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നില്ലെങ്കിൽ കുടുംബജീവിതവും പ്രകൃതിയിലെ മൃഗങ്ങളുടെ ജീവിതവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അതാണ്. ദൈവികമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്. അതുകൊണ്ട് വിളിക്കപ്പെട്ടവർക്ക് മാത്രം നൽകപ്പെടുന്ന ഒരു കൃപയാണെന്ത്? കുടുംബജീവിതവും വിളിക്കപ്പെട്ടവർക്ക് നൽകപ്പെടുന്ന വലിയൊരു കൃപയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് കുടുംബജീവിതം പലപ്പോഴും അതർഹിക്കുന്ന പ്രാധാന്യത്തിൽ നോക്കിക്കാണാൻ സഭ പഠിപ്പിക്കണം. അതിനെ വളരെ നിസ്സാരമായിട്ട്, അതായത് പലപ്പോഴും വൈദിക ബ്രഹ്മചര്യം ഏതോ മഹാകൃപാവരമായിട്ടും ഇതെന്തോ എളുപ്പമായിട്ടും നോക്കിക്കാണുന്നൊരു നിലപാട് ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രമാതീതമായ കുട്ടികളുടെ എണ്ണം ക്രൈസ്തവ കുടുംബങ്ങളെ കുറയുകയും സഭ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്യുന്ന വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. എന്തുകൊണ്ടാണ് കൂടുതൽ കുഞ്ഞുങ്ങൾ വേണം എന്ന ഒരു ചിന്ത സഭ വിശ്വാസികൾക്ക് നൽകുന്നത്? ഈ വത്തിക്കാൻ സൂനകദോസിൻ്റെ ഒരു വലിയ നിലപാടായിരുന്നു ഉത്തരവാദിത്വപൂർണമായ മാതൃത്വവും പിതൃത്വവും, റെസ്പോൺസിബിൾ പാരൻറ്ഹുഡ്. സഭ അത് ഏതർത്ഥത്തിൽ പറഞ്ഞുവെന്ന് വ്യാഖ്യാനിച്ച് സഭയുടെ നിലപാട് തന്നെ ജനങ്ങളെ തെറ്റിദ്ധരിക്കാൻ ഇടവന്നു. നിങ്ങൾ വർദ്ധിച്ചു പെരുകുക എന്നുള്ള കർത്താവിൻ്റെ അനുഗ്രഹപൂർണമായിട്ടുള്ള ആഹ്വാനം ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട്. മനുഷ്യൻ്റെ ഒരു വലിയ പ്രത്യേകത സ്വകാര്യവൽക്കരിക്കാനുള്ള വലിയ താല്പര്യമാണ്. എൻ്റെ സൗന്ദര്യം, എൻ്റെ ആരോഗ്യം, എൻ്റെ കുടുംബം, ഇതൊക്കെ സ്വകാര്യവൽക്കരിക്കാനുള്ള വലിയ ഒരു പ്രവണത മനുഷ്യ ജീവിതത്തിൽ വളരെ സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ സ്വകാര്യവൽക്കരിക്കുമ്പോഴേ എന്താ ഉണ്ടാകുന്നത്? എൻ്റെ സൗകര്യം, എൻ്റെ കുടുംബത്തിൻ്റെ അംഗസംഖ്യയെ സംബന്ധിച്ച്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഒരു വിവാദത്തിലെ കർത്താവ് ഇടപെടുന്ന ഒരു ഭാഗമുണ്ട്. ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ പിതൃസ്വത്ത് എൻ്റെ സഹോദരനുമായിട്ട് ഞാൻ പങ്കുവെക്കാനായിട്ട് അവനോട് നീ കൽപ്പിക്കണം. ഗർഭപാത്രത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും അബോർഷന് വിധേയമാക്കുമ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ നടന്നൊരു പ്രാർത്ഥനയായിട്ടാണ് ഞാനതിനെ കാണുന്നത്. അമ്മയുടെ ഗർഭപാത്രം അവളുടെ സ്വകാര്യ സ്വത്തല്ല. അമ്മയുടെ ഗർഭപാത്രം അവളുടെ സ്വകാര്യ സ്വത്തല്ല. ഒരു കുഞ്ഞിന് ജന്മം നൽകാനുള്ള ഒരു പുരുഷൻ്റെ അധികാരവും അവകാശവും അവൻ്റെ സ്വകാര്യ സ്വത്തല്ല. അതുകൊണ്ട് നിഷ്കളങ്കരായിട്ട് അമ്മയുടെ ഉദരങ്ങളിൽ കൊല ചെയ്യപ്പെടുന്ന കുട്ടികൾ തമ്പുരാൻ്റെ മുൻപിൽ നടത്തുന്ന ഒരു പ്രാർത്ഥനയുടെ പുതിയ വ്യാഖ്യാനമായിട്ടാണ് ഞാൻ ആ തിരുവചനത്തെ കാണുന്നത്. നിങ്ങൾ അബോർഷനെ തീരുമാനിക്കുമ്പോൾ നിങ്ങളുടെ ഉദരത്തിലുള്ള കുഞ്ഞ് തമ്പുരാൻ്റെ മുൻപിൽ നടത്തുന്ന ഒരു സഹായാഭ്യർത്ഥനയുണ്ട്. ഈ പിതൃസ്വത്ത് എൻ്റെ അപ്പനോടും അമ്മയോടും എനിക്ക് കൂടെ പങ്കുവെക്കാൻ നീ അവരോട്
കൽപ്പിക്കണം. അതുകൊണ്ട് കുട്ടികളുടെ എണ്ണം നിശ്ചയിക്കേണ്ടത് എൻ്റെ സൗകര്യമാണെന്നുള്ള ഒരു പ്രമാണമുണ്ടല്ലോ. അത് സ്വകാര്യവൽക്കരണത്തിൻ്റെ ബാക്കിപത്രമാണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കറിയാവുന്ന ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിന് 10 പെൺമക്കളും ഒരാൺകുട്ടിയാണ്. ഔസഫ് ചേട്ടൻ അദ്ദേഹത്തിൻ്റെ പേര്, തൃശ്ശൂർക്കാരനാണ്. 11ാമത്തെ ആൺകുട്ടി ജനിച്ചപ്പോൾ അദ്ദേഹം നടത്തിയൊരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം എപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, തമ്പുരാനെ നീ എന്നെ തോൽപ്പിക്കാൻ നോക്കി, പക്ഷെ ഞാൻ തോറ്റില്ല. അത് ഒരു വെല്ലുവിളിയായിട്ടല്ല അദ്ദേഹം അവിടെ പറഞ്ഞത്. സാധാരണ 10 പെൺകുട്ടികൾ പ്രസവിക്കുന്ന ഒരു അപ്പനെ സ്വാഭാവികമായിട്ട് മാനുഷികമായിട്ടുള്ള കണക്കൂട്ടലുകൾ വെച്ചാൽ അയാൾ ഒരിക്കലും തുടർന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ ആഗ്രഹിക്കും. ഈ പെൺകുട്ടികളൊക്കെ നല്ല നിലയ്ക്ക് കെട്ടിച്ചു പോയി. അപ്പം അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ എണ്ണം ചുരുങ്ങിയാൽ എല്ലാം ശുഭമാകും, കുടുംബജീവിതം വളരെ സ്വസ്ഥമാകുമെന്നുള്ള ധാരണ തെറ്റാണ്. ഞാൻ പുതിയ തലമുറയെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു കുറ്റപ്പെടുത്തി പറയാൻ ആഗ്രഹിച്ചിട്ടല്ല. എനിക്ക് അവരോട് ഒരുപാട് അഭിമാനവും അവരുടെ കഴിവുകളെക്കുറിച്ചുള്ള ഒരുപാട് ആകാശക്കോട്ടയുള്ളൊരു മനുഷ്യനാണ്. ഞാൻ അവരെ കുറ്റപ്പെടുത്തി പറയുകയല്ല. പക്ഷേ പഴയ തലമുറയിലെ മനുഷ്യൻ മുറിക്കപ്പെടാനും കൊടുക്കപ്പെടാനും പരസ്പരം പൊരുത്തപ്പെടാനൊക്കെ നടത്തിയിരുന്ന ത്യാഗത്തിൻ്റെ 10-1 പരസ്പരം പങ്കുവയ്ക്കാനും പൊരുത്തപ്പെടാനും പുതിയ തലമുറയ്ക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് കുട്ടികളുടെ എണ്ണം കുറഞ്ഞാൽ എല്ലാം ശുഭമാകും എന്ന് പറയുന്ന ഒരു തത്വശാസ്ത്രത്തോട് എനിക്ക് വ്യക്തിപരമായിട്ട് സഭയുടെ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് യോജിപ്പില്ല. കുട്ടികൾ തമ്പുരാൻ്റെ വലിയൊരു കൃപയാണ്. അത് തടസ്സപ്പെടുത്താൻ പാടില്ല. ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് വിശ്രമിക്കുകയായിരുന്നു. അപ്പസ്തോലന്മാർ കുട്ടികളെ തടഞ്ഞു. കർത്താവ് അവരെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ തടയരുത്. ഇത് നമ്മൾ ചിൽഡ്രൻസ് മിനിസ്ട്രിയുടെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ എടുത്ത് പ്രയോഗിക്കുന്നത്. പുതിയ കാലഘട്ടത്തിൽ അതിൻ്റെ വ്യാഖ്യാനം മറിച്ചാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓരോ കുടുംബത്തോടും കർത്താവ് പറയുന്ന ഒരു ശകാരമാണിത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ തടയരുത്. നിങ്ങൾ കുഞ്ഞുങ്ങളെ തടയരുത്. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനങ്ങളാണ്. ഇപ്പം ഞാനൊരു കാര്യം പറയട്ടെ, 1.5 വയസ്സിൽ എൻ്റെ അപ്പം മരിച്ചിട്ട് എൻ്റെ മൂത്ത ചേട്ടന് 17 വയസ്സ്, എനിക്ക് 1.5 വയസ്സ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ ഗ്യാപ്പിൽ എങ്ങനെയാണ് പിള്ളേർ? ആരും കഷ്ടത്തിലായിട്ടില്ല. എല്ലാവരും വളർന്നു, എല്ലാവരും നല്ലവരായി. തമ്പുരാനെ അതിന് പദ്ധതികളുണ്ട്. തമ്പുരാൻ്റെ ഔദാര്യത്തെ നമ്മൾ എന്തിനാ അനാവശ്യമായിട്ട് പിശുക്കപ്പെടുത്തുന്നത്? ധൂർത്തപുത്രൻ്റെ മൂത്ത ജ്യേഷ്ഠൻ്റെ പോലെയാണത്.